ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തണ്ണിമത്തൻ നനയ്ക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ എന്തോരം ആയി എന്ന് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മാർച്ച് 18-നാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഏപ്രിൽ 24 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏപ്രിൽ 24 വരെ നമുക്ക് തണ്ണിമത്തൻ എന്തോരം ആയി, നമുക്ക് തണ്ണിമത്തൻ കായായോ പൂവായോ എന്നൊക്കെ ഏകദേശം അറിയാം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് ഈ കിടക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഇനി കിടക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ നമുക്ക് തണ്ണിമത്തൻ വളർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കണ്ടത്തിലാണ് നമ്മൾ തണ്ണിമത്തനൊക്കെ വിത്തിട്ട് വലുതായി. ഇതേ നമുക്ക് ഈ കണ്ടം നമുക്ക് ഏകദേശം ഒരു 15-16 സെൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു 15-16 സെൻറ്റിലാണ് നമ്മൾ തണ്ണിമത്തൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 800 വിത്തോളം നമ്മൾ ഇതിൽ തന്നെ നട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ വിത്ത് നടാൻ പക്ഷെ നമ്മൾ ഒരു 100 ഗ്രാമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളത് മൊത്തം ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണ്ണിമത്തൻ പൂവായതും കായായും നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ഇവിടെ പൂവായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ പൂവാണ്, ഇത് കായ നിൽക്കുന്നുണ്ട്. കാണാം, ഇതൊക്കെ ഒരു ആവറേജ് നമുക്ക് വലിപ്പം കുറേ കായകളുണ്ട്. ഇങ്ങനത്തെ വലിപ്പമുള്ള കായകൾ നമുക്ക് കുറേ ഉണ്ട്. അപ്പോൾ ഇതിനും വലിപ്പമുള്ള കായകളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളത് കാണിച്ച് തരാം. ഇപ്പോൾ ഏറ്റവും ഏകദേശം വലുതെന്ന് പറയണം നമുക്ക് ഈ ഒരു കായാണ്. ഈ ഒരു കായ ഏകദേശം ഈ റേഞ്ചിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനും താഴെ വലിപ്പത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കായ പിന്നെ ഈ വരിയിൽ തന്നെ ഏകദേശം ഒരു 60 തണ്ണിമത്തോളം നമുക്ക് ആ വലിപ്പത്തിൽ ഏകദേശം നിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇത് ഈ റേഞ്ചിലുള്ള കായകൾ കുറച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്ക് വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ആവറേജ് വലിപ്പം എന്ന് പറഞ്ഞാൽ ആ മുന്നേ കാണിച്ചു തന്നതാണ്. പിന്നെ അതിന് താഴെ ഈ വലിപ്പത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇനി ഇതിന് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കടയിലും ഒരു 4-5 അല്ലെങ്കിൽ 3 ആ റേഞ്ചിൽ എല്ലാ കടയിലും കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യം കായ പിടിച്ചിട്ടുണ്ട്. കാരണം വേണ്ട നനവ് നമുക്ക് നന്നായി നമ്മൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് വിളവുണ്ട്. അതേമാതിരി വേണ്ട ഇതൊക്കെ കായാണ്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ മരുന്നുകളും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇപ്പുറത്തുണ്ട്, പിന്നെ ഇവിടെ ഇതിനുള്ളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. ഈ തണ്ണിമത്തൻ ഇവിടെ 2-3 അടുപ്പിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതേമാതിരി എല്ലാ കടകളിലും നമുക്കൊരു 3-4 കായ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. 4 കായ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ ഇതിന് ചെറിയ കായകൾ കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ വരിയിലുള്ളതാണത്. ഇവിടെ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് വേണ്ട. പിന്നെ ഇതിലുണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമായിട്ടും കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിളവെന്ന് പറഞ്ഞത് കണ്ട ഒക്കെ നമുക്ക് ഉള്ളതാണ്. ഇത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കൂടുതൽ വിളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-15 സെൻറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 10 സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റുന്നൊരു കൃഷിയാണ് തണ്ണിമത്തൻ കൃഷി. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നേരം വൈകാൻ്റെ ഒരു പ്രശ്നമുണ്ട്. വേണ്ട ഒക്കെ നമുക്ക് ഈ പ്രാവശ്യം ഇനിയിപ്പോൾ നേരം വൈകിയ കാരണം മഴ പെയ്യാണ്ടിരുന്നാൽ മതി. മഴ പെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു കായ നിൽക്കണണ്ട, വേണ്ട ചെറിയൊരു കായ തൊട്ട് ഇപ്പുറത്ത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ തന്നെ വേറെ സൈസുകൾ വളർന്നു വരുന്നുണ്ട്.
അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എല്ലാ സൈഡിലും നമ്മുടെ തണ്ണിമത്തൻ നല്ല രീതിയിൽ വിളവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പൊരിക്കും കേട്ടോ. കാരണം ഈ പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ തണ്ണിമത്തൻ കൃഷി വിജയിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഒരു വരി തന്നെ എങ്ങനെ നോക്കിയാൽ ഒരു 60 എണ്ണമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ആവറേജ് അളവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തണ്ണിമത്തൻ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. വീട്ടിലല്ല, ഇത് പാടത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലും ഇപ്പോൾ ചേച്ചിമാരല്ല ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് സ്ഥലമുള്ളെങ്കിലും തണ്ണിമത്തൻ വളരുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തണ്ണിമത്തൻ വളരും. ഒരു 10 വിത്തുള്ളെങ്കിലും 10 വിത്ത് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കാനുള്ളത് തണ്ണിമത്തൻ കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, മാർച്ച് 18 നട്ടു, വിത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏപ്രിൽ 23 24 ആയിട്ടുണ്ട്. ഇന്ന് 24-ാം തീയതി 24-ാം തീയതി. അപ്പോൾ ഇന്ന് വരയ്ക്കുള്ള ഇത് വിളവാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത മാസം ഇത് ഏകദേശം എടുക്കാറാവും കേട്ടോ. ഈ തണ്ണിമത്തനാവും. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ നനയ്ക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത കഥ അന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വെള്ളം എടുത്ത ഒരു രീതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ നനയ്ക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഓസിലാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു 100 മീറ്റർ ഓസ് വാങ്ങിയിട്ട് നമ്മൾ 100 മീറ്റർ ഓസും 100 മീറ്റർ വയറും വാങ്ങിയിട്ട്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇത് പാപ്പൻ്റെ വീടാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വയറ് വലിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാടത്തന്നെ ആ വീടിൻ്റെ അപ്പുറത്തെ ഒരു കുളമുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മോട്ടർ വെച്ചിട്ട് അവിടെ വരെ വയറ് വലിച്ചിട്ട് അവിടെ നിന്നാണ് ഈ ഓസ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഓസ് ഇവിടേക്ക് എത്തിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ മിക്കതും നമ്മൾ അടി കൂടെ പൈപ്പ് ഇട്ടിട്ട് മറ്റേ ടാർപ്പായിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. ടാർപ്പായില്ല, പായിട്ടാകുമ്പോൾ നമുക്ക് അടി കൂടെ വിടാം. വെള്ളമൊക്കെ അടി കൂടെ പൊക്കോളും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് തണ്ണിമത്തൻ ഇതൊക്കെ തണ്ണിമത്തനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെള്ളം എടുത്തുന്ന രീതിയിട്ടൊക്കെ ഉണ്ടാവും. ഓസ് കണ്ടില്ലേ, 100 മീറ്റർ ഓസ് വാങ്ങിയിട്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തണ്ണിമത്തൻ കൃഷി. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്തോ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണതിൽ വല്ല തെറ്റുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കൃഷി രീതികൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ അറിവുള്ള ആൾക്കാർ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നാൽ നമ്മളെന്തായാലും അതേമാതിരി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൃഷി വകുപ്പിൽ നിന്നും പിന്നെ അങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ വിളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വെള്ളമുണ്ട് സമൃദ്ധിയായിട്ട്, കഴിഞ്ഞ പോലത്തെ മാതിരില്ല, സമൃദ്ധിയായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ കാരണം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഞാൻ 2 കടയും കൂടി നനയ്ക്കാണ്ട്, 2 വാരം കൂടി. അപ്പോൾ നനയ്ക്കട്ടെ കേട്ടോ. ബായ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.